പെരുന്നാളിന് വേണ്ടിയിട്ട് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള മുട്ടയും പാലും ഒക്കെ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ വളരെയേറെ രുചിയുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ സിമ്പിൾ മലായി കേക്ക് അല്ലെങ്കിൽ മലായി പുഡിംഗ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിൽ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബൗളിൽ മുട്ടയുടെ മഞ്ഞയും കൂടി 3 മഞ്ഞയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ 3 മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കണം. ഈ പഞ്ചസാര കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ വെള്ള പെട്ടെന്ന് പൊങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നമുക്ക് മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ചേർത്തിട്ട് മിക്സ് ചെയ്യാം, എന്നിട്ട് അടുത്തത് ചേർക്കുക. അങ്ങനെ 3 എണ്ണവും ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തേതും ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് 3-ാമത്തേതും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും കൂടി മുഴുവനും നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിലേക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. സ്പീഡിൽ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് പതുക്കെ മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള ട്രേയിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്റർ മുഴുവനും ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. 25 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ മതി. ഫ്ലെയിം വല്ലാണ്ട് കൂട്ടി കൊടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ടൂത്ത് പിക്ക് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഈ ട്രേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് കേക്ക്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിനി കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മലായി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാല് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 1/4 കപ്പ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം.
എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മലായി നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിറയെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മലായി ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കേക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയിക്കോളും. എന്നിട്ട് നമുക്ക് ഏകദേശം 1 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വരെ മലായി ഈ കേക്കിൻ്റെ മുകളിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്കവിടെ മാറ്റി വെച്ചിട്ട് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം 1.25 കപ്പോളം മലായി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടോട് കൂടിയിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഏതായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 1.25 കപ്പ് വരെ മലായി ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സിൻ്റെ പൗഡറും അതുപോലെ നട്ട്സ് കട്ട് ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിസ്തയുടെ പൗഡറും കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്തതുമാണ് ഞാനിവിടെ മുകളിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല പട്ട് പോലെ ഇരിക്കുകയാണ്, നല്ല സോഫ്റ്റാണിത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മലായിൽ നിന്നും കുറച്ച് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ നല്ല തണുപ്പോട് കൂടിയിട്ട് നമുക്ക് ഈ മലായി കേക്ക് കഴിച്ചു നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡെസേർട്ടാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്